ഹലോ ഫ്രണ്ട്സ്, ശിവാസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആനക്കുളത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആനക്കുളത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനകളെ യാതൊരുവിധ പേടിയും കൂടാതെ കാണാൻ കഴിയും, തൊട്ടടുത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആനകൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാൻ വരുന്നത് ഇവിടെ ഒരു ഉപ്പിൻ്റെ ഉറവയുള്ളത് കൊണ്ടാണ്. തുടക്കത്തിലെ കുറച്ച് വിഷ്വൽസൊക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ. നമുക്ക് തന്നെ ഒരു ഇറങ്ങി വരുന്നത് വലിയ കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിശബ്ദമായിട്ടിരുന്ന ഈ ഒരു കാഴ്ച കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആനകൾ പെട്ടെന്നൊന്നും കാട്ടിൽ നിന്ന് ഇറങ്ങി വരില്ല. നമ്മൾ തന്നെ ഒരുപാട് സമയം അവിടെ കാത്തിരുന്നതിന് ശേഷമാണ് അവരൊന്ന് ഇറങ്ങി വന്നത്. അവർ കാടിനുള്ളിൽ വന്ന് നിന്നിട്ട് അതിൻ്റെ അലർച്ചയും മറ്റുമൊക്കെ നമ്മൾ 2-3 തവണ കേട്ടതിന് ശേഷമാണ് അവർ ഇറങ്ങി വന്നത്. ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുവിധം ആളുകൾ പോയതിന് ശേഷമാണ് ഈ ഒരു ആനകൾ ഇറങ്ങി വന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ശബ്ദമുണ്ടാക്കാതിരുന്ന് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. ദൂരത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എപ്പോഴാണ് ആന വരുന്നതെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. അവരിവിടെ വന്നിട്ട് നാട്ടുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര മണിക്കാണ് ആന വരുന്നത് എന്നൊക്കെ. അപ്പോൾ അവർക്ക് അവരുടേതായ ഓരോരോ രീതിയിലാണ് അവർ മറുപടി പറയുന്നത്. അങ്ങനെയൊന്നും അല്ല, ഒരു സന്ധ്യ മയങ്ങുന്ന നേരം തൊട്ട് എപ്പോൾ വേണമെങ്കിലും ആന വരാം. അപ്പോൾ നമ്മളതിനനുസരിച്ച് ക്ഷമയോടുകൂടി അവിടെ നോക്കിയിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ക്ഷമയുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. അല്ലാതെ വന്ന ഉടനെ തന്നെ നമുക്ക് ആനയെ കാണാനൊന്നും പറ്റില്ല. ആന വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ അധികം സമയം അവിടെ നിന്ന് അവരുടെ വയറ് നിറച്ചതിന് ശേഷമാണ് അവർ പോകുന്നത്. എത്ര നേരം വെയിറ്റ് ചെയ്താലും ആനയെ കണ്ടിട്ട് പോകണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വരിക, വന്ന് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ നമുക്കതിനെ കണ്ടിട്ട് പോകാൻ കഴിയും. നമുക്കെന്തായാലും ഈ പ്രാവശ്യം വന്നപ്പോൾ കണ്ട ഒരു ഗ്യാങ് എന്ന് പറയുന്നത് കുട്ടിക്കൊമ്പനും കുട്ടിയാനയും വലിയൊരു കൊമ്പനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കൊമ്പൻ പിടിയാനയൊക്കെ ഇറക്കി വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ കാടിനുള്ളിലേക്ക് കയറിപ്പോയി. വെള്ളം കുടിക്കാനായിട്ട് അവൻ വന്നില്ല. പക്ഷേ കൂട്ടത്തിലുള്ള കുട്ടിക്കൊമ്പനൊക്കെ വന്ന് വെള്ളം കുടിച്ചു, അവൻ മാത്രം കയറിപ്പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ലൈക്ക് ഇടാനും മറക്കല്ലേ.
കുട്ടിയാനയുടെ വെള്ളത്തിലുള്ള കളിയും അവൻ്റെ വെള്ളം കൂടിയൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും കൂട്ടത്തിൽ എന്തോ ഒരു എതിർക്കം ഉണ്ടായിട്ട് ഒരാളെ ഒന്ന് കുറച്ച് സമയത്തേക്ക് അവർ മാറ്റി നിർത്തിയിട്ടോ. അപ്പോൾ അതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ആ ഒരാളെ തുമ്പിക്കൈ കൊണ്ട് ഓടിച്ച് കരയിലേക്ക് കയറ്റിയിട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.